കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ദിവ്യയ്ക്കുണ്ടായ കൃഷ്ണാനുഭവത്തെക്കുറിച്ച്. ദിവ്യയും മക്കളും ക്ഷേത്രത്തിൽ പോയി വരുമ്പോൾ കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങാൻ വേണ്ടി കടയിൽ കയറി. കുഞ്ഞു വിഗ്രഹം വാങ്ങിയാൽ മതി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ കടയിൽ കയറിയപ്പോൾ കുഞ്ഞുങ്ങളെ കൈ തട്ടി വിഗ്രഹം താഴെ വീഴുകയും ഒരു വലിയ വിഗ്രഹമാണ് താഴെ വീണത്, വില കൂടിയ വിഗ്രഹം. പിന്നീട് അത് വാങ്ങേണ്ടതായിട്ട് വന്നു. അവരുടെ കയ്യിലാണെങ്കിൽ കാശുമില്ല. പിന്നെ കയ്യിലിരിക്കുന്ന മോതിരം വിറ്റാണ് ദിവ്യയും മക്കളും ആ വിഗ്രഹം വാങ്ങുന്നത്. അത് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങളുണ്ടായി. ചില പരീക്ഷണങ്ങളും ചില അത്ഭുതങ്ങളുമൊക്കെ നടന്നു. ദിവ്യ തന്നെ പറയുന്നത് കേൾക്കാം അതിനെക്കുറിച്ച്. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. ദിവ്യയുടെയും മക്കളുടെയും കൂടെ പോന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം നിങ്ങൾക്ക് കാണണ്ടേ? ഇതാ ഈ പിക്ചറിൽ കാണുന്നതാണ് ആ ഉണ്ണിക്കണ്ണൻ. എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്, പുഞ്ചിരി തൂക്കി നിൽക്കുന്നു അല്ലേ? അങ്ങനെ ദിവ്യയ്ക്കുണ്ടായ ആ അനുഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം. കാതോർത്ത് നിൽക്കൂ എല്ലാവരും. ഹരേ കൃഷ്ണ. ഒരു മാസം കഴിഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു നേരം വെളുപ്പിന് ഒരു 8:30 ആയപ്പോഴേക്കും അന്ന് ഹസ്ബൻഡ് ജോലിക്ക് പോയി. മൂത്ത കുട്ടിയെ സ്കൂളിൽ അയച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു വയറുവേദന ഉണ്ടായി. അതികഠിനമായൊരു പ്രസവവേദനയേക്കാൾ വലിയൊരു വേദനയെന്ന് വേണം പറയാം. അങ്ങനെ ഒരു വേദന. ഞാൻ എൻ്റെ ഇളയ കുട്ടിയും മാത്രമേ ഉള്ളൂ. വേറെ ആരും സഹായത്തിനുമില്ല. എനിക്ക് പെട്ടെന്ന് എന്താ ചെയ്യണ്ടേ, ആരോട് പറയണേ എന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ഹസ്ബൻഡ് പോയപ്പോൾ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് ഇനി വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും ഒന്ന് വിളിച്ച് പറയാം, വയറുവേദന ഭയങ്കരമായിട്ട് വയറുവേദനയാണ്, അപ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു നോക്കട്ടെ, വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. സാറിനോടൊന്ന് ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ വരുവാണ്, വണ്ടിയും കൊണ്ടാണ് വരുന്നത്, ആശുപത്രി പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. എനിക്കതിനൊന്നും പറ്റിയില്ല. എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞു ഞങ്ങൾ ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് എനിക്ക് നേരെ വന്ന് എണീറ്റ് നിൽക്കാനായിട്ട് പറ്റിയത് തന്നെ. അതിന് ശേഷം ഞങ്ങൾ പോവുകയാണ്. ആശുപത്രിയിൽ പോയി ഏതെങ്കിലും അടുത്തൊരു ആശുപത്രിയിൽ, എവിടെയാണെങ്കിലും വേണ്ടില്ല, ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഇറങ്ങിയാൽ മതിയെന്ന്. വണ്ടിയിലൊക്കെ ഇരുന്ന് ഛർദിയായിരുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് വേദന കൊണ്ട് പൊളയുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അവിടെ ചെന്നെത്തിയത്. അങ്ങനെ ഞാൻ കാഷ്വാലിറ്റിയിൽ ആക്കി. അവിടെ ഡോക്ടർ വന്നു, ഗൈനിക്കിൻ്റെ ഡോക്ടർ വന്നു. അവിടെ വയറ്റിൽ വേദന, കഠിനമായ വേദന കാരണം എണീറ്റ് നടക്കാനോ ഇരിക്കാനോ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു. സംസാരിക്കാൻ പോലും പറ്റില്ലാത്തൊരവസ്ഥയിലായിരുന്നു ചെന്നെത്തിയത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞു സ്കാനിങ് വേണം. സ്കാനിങ്ങിന് എന്നെ വിടുകയാണ് ചെയ്തത്. സ്കാനിങ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഉള്ളിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു, ഓവറിയിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു, അത് പൊട്ടിയിട്ട് ആണ് ഇപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻ ആയത്, എമർജൻസി സർജറി വേണ്ടി വരുമെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിപ്പോയി. കുട്ടികളെയും നോക്കണം, ഹസ്ബൻഡും ഞാനും മാത്രമേ ഉള്ളൂ. വേറെ ആരെയും പെട്ടെന്ന് വിളിക്കാനോ അതിനുള്ളൊരു സാഹചര്യമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതെ ഒരവസ്ഥയിലായിപ്പോയി. വേദന കൊണ്ടാണെങ്കിൽ ഒരു രക്ഷയുമില്ല. എന്താ ചെയ്യണ്ടേ? ഹസ്ബൻഡിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായി. കുട്ടികളെയും നോക്കണം, എൻ്റെ കാര്യവും നോക്കണം, എല്ലാം കൂടിയായിട്ട്. ട്രിപ്പ് ഇടുന്നുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, വേദനയ്ക്ക് ഒരു ശമനവും ഇല്ല. അങ്ങനെ ഡോക്ടർ ഇടയ്ക്ക് വന്നേച്ച് പറഞ്ഞു എമർജൻസി സർജറി രാത്രിയിൽ ചെയ്യേണ്ടി വരും, പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടി വരും. ബി പി ഷുഗറും
ഒക്കെ താന്നു പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് എമർജൻസി സർജറി വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഒബ്സർവേഷനിലേക്ക് കൊണ്ടുപോകാം, ICUയിൽ ഇടാമെന്ന് പറഞ്ഞു, കിടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ 8:30 കഴിഞ്ഞപ്പോഴേക്കും, രാത്രി 8:30 കഴിഞ്ഞപ്പോഴേക്കും ICUയിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ രാവിലെ 8:30-ക്ക് തുടങ്ങിയ വേദന 8:30 കഴിഞ്ഞേച്ചും വേദനയ്ക്ക് ഒരു ശമനവുമില്ല. അപ്പോഴെല്ലാം എൻ്റെ കണ്ണനോട് എനിക്ക് നല്ല ദേഷ്യവും നീരസമൊക്കെ തോന്നുന്നുണ്ട്. കാരണം എൻ്റെ വേദനയൊന്നും കുറയുന്നില്ലല്ലോ. ഇത്രയൊക്കെ മരുന്നും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും എനിക്ക് വേദനയൊന്നും നിൽക്കുന്നില്ലല്ലോ, ഒരു ശമനവും ഇല്ലല്ലോ. എന്നാലും ഞാൻ ഓം നമോ നാരായണ എന്ന നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ എന്നെ ICUയിൽ എനിക്ക് ട്രിപ്പ് ഇടുന്നുണ്ട്. അത്രയും സമയം നിന്ന വേദന എനിക്ക് ഏതാണ്ട് ഒരു പരിധിയൊക്കെ സഹിക്കാൻ പറ്റുന്ന അത്രയും വേദനയായി. എന്നാലും വേദന കുറവിൻ്റെ ഒരാശ്വാസത്തിൽ ഞാനൊന്ന് മയങ്ങി ഉറക്കം തെളിയുന്ന സമയത്തെല്ലാം ഓം നമോ നാരായണ നാമം ഞാൻ ജപിച്ചുകൊണ്ടേയിരുന്നു. എന്തൊക്കെയായാലും നേരം വെളുത്തു. അപ്പം അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററിൽ ഒരാൾ വന്നേച്ച് എന്നോട് പറഞ്ഞു, വേദന ഉണ്ടായിരുന്നു, കുറവുണ്ടായിരുന്നു അല്ലേ, രാത്രിയിലൊക്കെ ഉറങ്ങിയെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേദന നന്നായിട്ട് കുറഞ്ഞിട്ടില്ല, എന്നാൽ പോലും വന്നതിൽ ഒത്തിരി മാറ്റമുണ്ട് സിസ്റ്റർ എന്ന് പറഞ്ഞു. അങ്ങനെ നേരം വെളുപ്പിന് തന്നെ എന്നെ 8 മണിക്ക് ശേഷം എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും സെഡേഷൻ തരുന്ന സമയത്തും ഞാൻ ഓം നമോ നാരായണ മന്ത്രം ജപിച്ചു. കാരണം എനിക്ക് ഒരു കുഴപ്പമില്ലാതെ എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ വേണ്ടപ്പെട്ടവരെയൊക്കെ എനിക്ക് കാണാൻ കഴിയണേ, ഒരു കുഴപ്പമില്ലാതെ, ഒരു ബുദ്ധിമുട്ടും വരുത്താതെ, ഒരു പ്രയാസങ്ങളും വരുത്താണ്ട് എല്ലാം ഭംഗിയായി നടക്കണേ ഗുരുവായൂരപ്പ എന്ന് മാത്രമായിരുന്നു അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ബോധം തെളിഞ്ഞ സമയത്ത് ഓം നമോ നാരായണ മന്ത്രമാണ് എനിക്ക് എന്തൊക്കെയോ ഇതിലൂടെ കടന്നു പോയ പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. വലിയൊരു അപകട അവസ്ഥയിൽ നിന്ന് കരകയറിയ പോലെ ഒരു തോന്നലാണ്. അതിനും ഭഗവാൻ എൻ്റെ കൂടെ കൈപിടിച്ച് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഹസ്ബൻഡിനാണേലും ഒരു കുട്ടിയുടെ വേണം, 2 പെൺകുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക്, ഒരു കുട്ടിയുടെ വേണം. അതും പെണ്ണാണേലും ആണായാലും ഒരു കുഴപ്പമില്ലാതെ ദീർഘായുസ്സും ദീർഘാരോഗ്യത്തോടും കൂടിയൊരു സത്സന്താനത്തിന് ജന്മം നൽകാൻ കഴിയണം എന്നൊരു ആഗ്രഹം പുള്ളിക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഒരു ഓവറി റിമൂവ് ചെയ്തു കഴിഞ്ഞപ്പം ഇനിയിപ്പം അതിനുള്ള സാധ്യത ചിലപ്പം കുറവായിരിക്കാം. ചിലർക്ക് പെട്ടെന്ന് ആവാനും സാധ്യതയുണ്ട്. എന്തായാലും എൻ്റെ കാര്യത്തിൽ ഭഗവാൻ അവിടെയും വേറെ പ്രശ്നങ്ങളൊന്നും തന്നില്ല, കുഴപ്പങ്ങളൊന്നും വരുത്താതെ ഓവർ റിമൂവ് ചെയ്തതിന് ശേഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായില്ല. എൻ്റേതായ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ലാപ്രോയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് എൻ്റേതായ കാര്യങ്ങൾ യാതൊരു വേദനയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഹാപ്പിയായിട്ട് അങ്ങനെ 3 മാസം കഴിഞ്ഞു. 2 തവണ പീരീഡ് വന്നു. 3-ാമത്തെ തവണ പീരീഡ് ആയില്ല. അപ്പോൾ സംശയം കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു. ഇപ്പം എനിക്ക് 5 മാസം ആകാൻ പോകുന്നു. ഒരാളൂടെ വരാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലും അതിലേറെ ഭഗവാനോട് പരീക്ഷണങ്ങളൊന്നും തരരുതേ, ഇനിയും ഒരുപാട് കഷ്ടപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ ആരെയും, ഭഗവാനെ അറിഞ്ഞു വിളിക്കുന്നവരെ ആരെയും
ഒരു ബുദ്ധിമുട്ടും കൊടുക്കാതെ ഒരു വിഷമങ്ങളും അറിയിക്കാതെ ഭഗവാൻ കാത്തു രക്ഷിക്കണമെന്ന് മാത്രമേ എൻ്റെ പ്രാർത്ഥനയുള്ളൂ. ഭഗവാന്റെ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. പലരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായ അനുഭവങ്ങളും കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ഭഗവാൻ എല്ലാവരിലും നന്മയുള്ള ഒരു നല്ല ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ദിവ്യയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ. ഒരുപാട് നന്ദി ദിവ്യ, ഇങ്ങനെയൊരു കൃഷ്ണാനുഭവം ഞങ്ങൾക്ക് പങ്കുവച്ചതിന്. കാരണം ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. തീർച്ചയായിട്ടും ഈ അനുഭവം ഒരു പ്രചോദനമാകും. വളരെ വളരെ നന്ദി. ദിവ്യയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രേക്ഷകർ ദിവ്യയുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഒരു നല്ലൊരു കുഞ്ഞ് ജനിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭഗവാന്റെ കാരുണ്യം എന്നും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാട്ടോ. താഴെ കാണുന്ന ഈ കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷ്ണാനുഭവം വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാം. നിങ്ങളുടെ വോയിസ് മെസ്സേജിലൂടെയൊക്കെ അയക്കാവുന്നതാണ്. ഒരുപാട് നന്ദി. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്